നാട്ടിലെ വിപണികളൊക്കെ സജീവമായി കഴിഞ്ഞു. തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റ് നിങ്ങൾക്കറിയാം. പാളയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ സാധന സാമഗ്രികളൊക്കെ ഈ ഓണക്കാലത്ത് വാങ്ങുന്നു. ഉത്സവക്കാലത്ത് പാളയം ചന്ത പൊടിപൊടിക്കും. ഷഹദ് റഹ്മാൻ ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോടെ പാളയം മാർക്കറ്റാണ്. തിരുവനന്തപുരത്തും പാളയം മാർക്കറ്റുണ്ട്, നിങ്ങൾക്കറിയാം. ഇത് കോഴിക്കോട്ടെ പാളയം മാർക്കറ്റിൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷഹദ് റഹ്മാൻ പാളയം മാർക്കറ്റിൽ നിന്ന് ചേരുന്നു. ഷഹദ്, പാളയം മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ തന്നെ പൂവിപണി സജീവമായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഓണാശംസകൾ താങ്കൾക്ക്. ഹാപ്പി ഓണം സ്കാൻ. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ അക്ഷരാർത്ഥത്തിൽ നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് രാവിലെ മുതൽ, അതിരാവിലെ മുതൽ ഒരു 4 മണി മുതലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഇനി തിരക്ക് കൂടാൻ പോവുകയാണ് എന്നുള്ളതാണ് കോഴിക്കോട് പാളയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ വിശേഷം എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതേ രാവിലെ തന്നെ പല കടകളിലേക്കായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ സാധനം മേടിക്കാൻ വന്നതും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് സാധനം മേടിക്കാൻ വന്ന ആളുകളൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള തിരക്ക് പാളയം മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്ത് ആയിട്ട് തന്നെ ഈ പൂവിപണിയുണ്ട്. അപ്പം ആ പൂവിപണിയിലേക്കും ഇത്തരത്തിൽ ആളുകൾ എത്തും. ഒപ്പം തന്നെ അല്ലാത്ത സാധനങ്ങൾ മേടിക്കാനും ഒക്കെ. ഓണെടുത്തി ഓണം ഉഷാറായിട്ട് പോകുന്നുണ്ട്. പൊതുവെ പച്ചക്കറിക്കൊക്കെ വില കുറവാണ്. പിന്നെന്താ ഓണെടുത്തി ഓണങ്ങനെ പഞ്ഞുകൊണ്ടിരിക്കണേ ഞങ്ങള്. തിരക്ക് കൂടാ ഇനി ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. തിരക്ക് കൂടും. ചിലർക്ക് നല്ല തിരക്കുണ്ടാവും. മഴ ഒന്നും ഇല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും. മഴ ചെറിയ രീതിയിൽ ബാധിക്കും. മഴ ചെയ്ത് കഴിഞ്ഞാൽ ആള് കുറയും. അങ്ങനെയാണ് സ്കാൻ. കാരണം ചെറിയ രീതിയിൽ ഇവിടെ മഴയുണ്ടായിരുന്നു ഇന്ന് ചെറിയ രീതിയിൽ രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പം എന്താ മഴക്കാർ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. മഴ പെയ്താൽ ഒരു പക്ഷേ ഇന്നത്തെ ഉത്രാടപ്പാച്ചിലെ വെള്ളത്തിലാകും. അതല്ല മറിച്ചാണെങ്കിൽ എന്തായാലും അടിപൊളിയാകും. ഇപ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞതനുസരിച്ച് പച്ചക്കറിക്ക് പൊതുവേ വില കുറച്ച് കുറവാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം അത് ആളുകളെ സംബന്ധിച്ച് നേരിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കോഴിക്കോട് പാളയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗത്ത് മൊത്തം ഈ നെല്ലിക്കയുണ്ട്, അതുപോലെ തന്നെ മാങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് പഴം, പച്ചക്കറി, ഫ്രൂട്ട്സ്, പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും എന്നുള്ളതാണ്. പൂക്കൾ കിട്ടും, അതുപോലെ തന്നെ പച്ചക്കറികൾ കിട്ടും, അങ്ങനെ എല്ലാം കിട്ടും. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് ഷഹദ് റഹ്മാനാണ് ചേർന്നത്.